ഒരു സിനിമാ താരം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു. ശേഷമെത്തുന്ന അയാളുടെ സിനിമകളെ എതിർകക്ഷികളും ഭരണകൂട ശക്തികളും പരമാവധി തകർക്കാൻ ശ്രമിക്കുന്നു. സിനിമയുടെ റിലീസ് പോലും രാഷ്ട്രീയ യുദ്ധമായി കണക്കാക്കപ്പെടുന്നു. ചിത്രം സ്ക്രീൻ ചെയ്യരുതെന്ന് തിയേറ്റർ ഉടമകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. എന്തിന് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് പോലും തടസ്സങ്ങൾ. ഭരണകൂടത്തിന്റെ ചെയ്തികൾ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ താനത് നികത്തിക്കോളാമെന്ന് ഒടുവിൽ ആ നായകന് തലൈവന് പറയേണ്ടി വന്നു. 50 വർഷം മുൻപുള്ളൊരു കഥയാണ് തമിഴ് സിനിമയുടെ മക്കൾ തിലകത്തിന്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുരട്ചി തലൈവരുടെ കഥ. DMK വിട്ട് ADMK രൂപീകരിച്ച ശേഷമെത്തിയ ആദ്യ MGR ചിത്രത്തിന് നേരിടേണ്ടി വന്ന തടസ്സങ്ങളാണ് മേൽപ്പറഞ്ഞവയെല്ലാം. ഇന്നത്തെ സാഹചര്യങ്ങളുമായി ഇവയ്ക്ക് സാമ്യത തോന്നിയാൽ തികച്ചും യാദൃച്ഛികമായി മാത്രം കണ്ട് അതിനെ തള്ളിക്കളയാനാവില്ല. ജനുവരി 9 ഒരു ഗ്രാൻഡ് ബ്ലഡി സ്വീറ്റ് ഫെയർവെല്ലിന് സാക്ഷിയാകാമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. പക്ഷേ ആ ദിവസത്തോടടുത്തപ്പോഴേക്കും പ്രശ്നങ്ങൾ പലതായി. ആദ്യം ഒരു മൾട്ടി സ്റ്റാറർ ചിത്രം ക്ലാഷിനെത്തുന്നു. അതിനാൽ പലയിടത്തും സ്ക്രീനുകൾ ലഭിക്കാത്ത അവസ്ഥ. ആ സിനിമയുടെ വിതരണക്കാർ ഉപമുഖ്യമന്ത്രി സ്ഥാപിച്ച കമ്പനി എന്നത് ക്ലാഷ് റിലീസ് പൊളിറ്റിക്കൽ വാറാക്കി. പിന്നാലെ എത്തി സെൻസർ ഇഷ്യൂ. ഡിസംബർ 18 സെൻസറിങ്ങിനായി ജനനായകൻ CBFCക്ക് സമർപ്പിക്കപ്പെടുന്നു. ആദ്യം ചില മാറ്റങ്ങൾ വരുത്താൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് നിർമ്മാതാക്കൾ റീസബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും സർട്ടിഫിക്കറ്റ് നൽകാതെ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കുന്നു. റിലീസ് അടുത്തതിനാൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് UA സർട്ടിഫിക്കറ്റോട് കൂടി സിനിമ പുറത്തിറക്കാമെന്ന് വിധിക്കുന്നു. അപ്പോൾ ഒരു ചെറുപുഞ്ചിരി ആരാധകരിൽ പടർന്നെങ്കിലും അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. റിലീസ് എന്നാകുമെന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടം പുരട്ചി തലൈവർ MGR ആണെന്ന് വിജയ് പറയാത്ത ഇടങ്ങളില്ല. പടങ്ങളിലെ MGR റെഫറൻസുകൾ രാഷ്ട്രീയ വേദികളിലും തന്റെ പ്രസംഗങ്ങളിലും വിജയ് തുടർന്നു പോന്നിരുന്നു. തന്റെ ഹീറോയുടെ അതേ പാത പിന്തുടർന്ന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വിജയ് അദ്ദേഹം നേരിട്ട സമാന പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോടൊപ്പം കേന്ദ്രവും തനിക്കെതിരാണെന്നത് വിജയെ വേറിട്ട് നിർത്തുന്നു. DMK ഭരണകൂടമാണ് ഉലകം സുട്രും വാലിബന് വില്ലനായതെങ്കിൽ CBFC ആണ് ജനനായകന്റെ വില്ലൻ. മർസൽ, കാവലൻ, തലൈവ, സർക്കാർ, തുപ്പാക്കി അങ്ങനെ വിജയ് സിനിമകൾ എന്നും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു. അന്നൊന്നും ആ നായകൻ തല താഴ്ത്തിയിട്ടില്ല. CBFCയെയും BJPയും ഒരുപോലെ നേരിട്ടാണ് മെർസൽ പുറത്തിറങ്ങിയത്. അന്ന് സംഘകൂട്ടം ചുറ്റും വളഞ്ഞ് സൈബറിടങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ജോസഫ് വിജയ് എന്ന പേരിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഭയപ്പെടുകയോ മാപ്പ് അപേക്ഷിക്കുകയോ ചെയ്യാതെ ഫേസ്ബുക്കിൽ മീശ പിരിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തു. വിജയ് എന്നാൽ ചങ്കൂറ്റമാണെന്ന് അന്ന് ആരാധകർ വാഴ്ത്തിപ്പാടി. പൊങ്കൽ റിലീസായി ജനനായകൻ എത്തില്ലെന്ന് കണ്ടതോടെ ആ ഗ്യാപ്പിൽ ഗോളടിക്കാൻ ഒരു പിടി സിനിമകളാണ് കാത്തിരിക്കുന്നത്. കാർത്തി നായകനാകുന്ന വാവാത്തിയാർ ജനുവരി 14 ജീവയുടെ തലൈവർ തമ്പി തലൈമയിൽ ജനുവരി 15 പുറത്തിറങ്ങും. പക്ഷേ ജനനായകൻ ഇല്ലെങ്കിലും ദളപതി അവിടെയുമുണ്ട്. 10 വർഷത്തിന് മുൻപെത്തി സൂപ്പർ ഹിറ്റ് അടിച്ച അറ്റ്ലി ചിത്രം തെരി ജനുവരി 15 റീ റിലീസ് ചെയ്യും. ഗില്ലിയും സച്ചിനുമെല്ലാം റീ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ ഓളം നമ്മൾ കണ്ടതാണ്. എന്ന് സിനിമ ഇറക്കിയാലും ആളെ കയറ്റാനാകുന്ന നായകനാണ് വിജയ്. വാർത്തകളിൽ നിറയെ ദളപതി കത്തി നിൽക്കുമ്പോൾ തെരി ഒരു ഉത്സവമായിരിക്കും കൊണ്ടാടപ്പെടുക. 33 വർഷം ഒരു ഇൻഡസ്ട്രിയുടെ മുഖമായി നിന്ന സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാറിന് അർഹമായ യാത്രയപ്പ് നൽകാൻ ഇനിയും കാത്തിരിക്കണം. പെട്ടിയിൽ കിടക്കുന്ന ജനനായകന് ഒരു നാൾ സ്വാതന്ത്ര്യം ലഭിക്കും. ഈ നാട് കണ്ട ഏറ്റവും വലിയ ഉത്സവമായാകും ആ റിലീസ് മാറുക. ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് വിജയ് ആരാധകർ ഇപ്രകാരം പറയുന്നത്. ജനനായകൻ എന്നാണോ പുറത്തിറങ്ങുന്നത് അന്നായിരിക്കും പൊങ്കൽ.